ആ പറയേച്ചി. ആ എടി അനന്തോ അവിടെ ഉണ്ടോ? ആ ഇവിടെ ഉണ്ട്. രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് വരണേ. ഞങ്ങൾ രണ്ടുപേരും കൂടോ? ചേച്ചി അവൻ വരുന്നില്ലെന്ന് പറയുന്നത്. അവനെന്താ വന്നാലും ആ ഫോണൊന്ന് കൊടുത്തേ. നീ എന്താടാ ഇങ്ങോട്ട് വരാത്തെ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങോട്ട് വരുന്നതിന്? എനിക്കെന്ത് കുഴപ്പം? ആ അപ്പൊ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ ശരി. ആ വരാം വരാം വരാം. ഓക്കേ. ഇന്നത്തോടെ എല്ലാം തീരും. പോവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. അടി ഒരുങ്ങിയില്ല ഇതുവരെ. പോട്ട് വേണ്ട, എനിക്ക് കുറെ ജോലി ഉണ്ട്. വരുന്നെങ്കിൽ ഇങ്ങോട്ട് പെട്ടെന്ന് വാ. എനിക്ക് ഭയങ്കര തലവേദന. നീ പോയിട്ടാ, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. നിന്റെ അഭിനയൊക്കെ കൈ വെച്ചാ മതി. ഗോപിക ചേച്ചി ഞാൻ ഇപ്പൊ വിളിച്ചു പറയും നീ മനഃപൂർവ്വം വരാത്തെയാണ്. ഞാനൊരു കാര്യം പറയട്ടോ. അന്ന് ഗോപിക്ക് അരിശനും അഭിരാമിയുടെ വീട്ടിൽ വന്നില്ലായിരുന്നോ? ഗോപിക്ക് എൻ്റെ റൂമിൽ നിന്നൊരു ഫോട്ടോ കിട്ടി. ഞാനും അഭിരാമിയോട് നിൽക്കുന്ന ഫോട്ടോയാ. ആ ഫോട്ടോ കൊണ്ട് ഗോപിക്ക് അരിശനെ കാണിച്ചു കാണും. ഇപ്പൊ എന്നെ അങ്ങോട്ട് വിളിക്കുന്ന എന്നെ തല്ലാനാ. ആഹാ, അതെന്തായാലും കാര്യമായി. എന്തായാലും തല്ലാനായിരിക്കില്ല, നിന്നെ പിടിച്ച് അവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും. ആഹാ, എന്തായാലും എന്റെ തലേന്നങ്ങ് പോകും. ഉറപ്പായിട്ടും നമുക്ക് അവിടെ വരെ പോയേ പറ്റൂ. വന്നില്ലെങ്കിൽ ഞാൻ ഗോപിക്ക് ചേച്ചി വിളിച്ചു പറയും. ഇപ്പൊ പെട്ടെന്ന് പോണെന്ന് പറഞ്ഞാൽ നീ എവിടെ പോയി കിടന്ന്? ഞാൻ കടവരെ പോരുന്നു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ തമ്മിൽ ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെയാണോ കല്യാണം കഴിച്ചേ? അതെന്താ ചേച്ചി അങ്ങനെ വെച്ചേ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് തന്നെ കല്യാണം കഴിച്ചേ. പ്രശ്നമൊന്നുമില്ലല്ലേ? അല്ല നീ എന്തോന്നും വേണ്ടാത്ത? നിനക്കെന്തോ ഒരു ടെൻഷൻ? എനിക്കെന്താ ടെൻഷൻ? പെട്ടെന്ന് ചേച്ചി ഇങ്ങനെ ചോദിച്ചപ്പോ ഒരു ഇത്. അല്ല നിനക്ക് നേരത്തെ റിലേഷൻ വല്ലതും ഉണ്ടായിരുന്നോ? ചേച്ചി കുറച്ച് വെള്ളം. ആ വെള്ളം കൊണ്ടുവരാം. അല്ല എന്തൊരു ചുമയൊക്കെ. ആ കൈ ഇരിക്കുന്നേ ഫോട്ടോ ഞാൻ തോന്നുന്നു. എന്തായാലും നീ ഇപ്പൊ ചാവും. ഞാൻ പോയി കൊച്ചിനെ ഒന്ന് കളിപ്പിച്ചിട്ട് വരാം. താ വെള്ളം. ഓക്കെ അല്ലേ? അല്ല ഞാൻ ചോദിച്ചതിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ചേച്ചി പണ്ട് റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്കും ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇതൊക്കെ സ്വാഭാവികമല്ലേ.